ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അതും ഡിവൈഎസ്പി റാങ്കിലുള്ള ഉന്നത ഉദ്യോഗസ്ഥൻ, കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസിന്റെ പിടിയിലാകുന്നത് കേരളം ഞെട്ടലോടെയാണ് കേട്ടത്. ചേർത്തല ഡിവൈഎസ്പി ടി അനിൽകുമാറാണ് ശുചിമുറി മാലിന്യം നീക്കം ചെയ്യുന്ന വാഹന ഉടമയിൽ നിന്ന് കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസിന്റെ വലയിലായത്. അഴിമതിക്കെതിരെയുള്ള കർശന നടപടികളുടെ ഭാഗമായി ആഭ്യന്തരമന്ത്രി പ്രഖ്യാപിച്ച പ്രൊജക്ട് സീറോ എന്ന പദ്ധതിയുടെ ഭാഗമായാണ് വിജിലൻസ് ഈ ഓപ്പറേഷൻ നടത്തിയത്. ചേർത്തല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ശുചിമുറി മാലിന്യം നീക്കം ചെയ്യുന്ന വാഹന ഉടമകൾക്ക് നേരെയുണ്ടായ കടുത്ത പോലീസ് നടപടികളും തുടർന്നുണ്ടായ അഴിമതിയുമാണ് ഈ സംഭവത്തിന്റെ പ്രധാന പശ്ചാത്തലം. പ്രദേശത്ത് മാലിന്യം നീക്കം ചെയ്യുന്ന വാഹനങ്ങൾ ഡിവൈഎസ്പി ടി അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി വ്യാപകമായി പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്ന പ്രവണത വർദ്ധിച്ചിരുന്നു. ഇത്തരത്തിൽ കസ്റ്റഡിയിലെടുത്ത വാഹനങ്ങൾ വിട്ടു നൽകുന്നതിനായി നിയമപരമായ നടപടികളിലേക്ക് പോകുന്നതിന് പകരം ഡിവൈഎസ്പി വാഹന ഉടമയിൽ നിന്ന് കൈക്കൂലിയായി 2 ലക്ഷം രൂപ ആവശ്യപ്പെടുകയായിരുന്നു. സാമ്പത്തികമായി വലിയ പ്രയാസം അനുഭവിക്കുന്ന വാഹന ഉടമയ്ക്ക് ഈ തുക നൽകാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടായെങ്കിലും ഡിവൈഎസ്പി തന്റെ നിലപാടിൽ ഉറച്ചു നിന്നു. തുക നൽകുന്നതിനൊപ്പം ഭാവിയിൽ വാഹനം തടസ്സമില്ലാതെ ഓടിക്കുന്നതിനായി പ്രതിമാസം 25,000 രൂപ വീതം തനിക്ക് മാസപ്പടിയായി നൽകണമെന്നും അല്ലാത്തപക്ഷം വാഹനം നിരത്തിലിറങ്ങാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം വാഹന ഉടമയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ തനിക്ക് നീതി ലഭിക്കില്ലെന്ന് ബോധ്യപ്പെട്ട വാഹന ഉടമ അഴിമതിക്കെതിരെ കർശന നിലപാടെടുക്കുന്ന വിജിലൻസ് സംഘത്തെ സമീപിച്ച് കാര്യങ്ങൾ ബോധിപ്പിക്കുകയായിരുന്നു. പരാതിയെ തുടർന്ന് വിജിലൻസിന്റെ ശക്തമായ നിരീക്ഷണത്തിലായ ഡിവൈഎസ്പി ഒടുവിൽ കൈക്കൂലി തുകയുമായി പിടിയിലാവുകയും ചെയ്തു.